ചിലന്തിയാർ റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്താണ് ഇന്നലെ കനകരാജ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സാധാ കൂലിപ്പണിക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ആടിനെ ദിവസവും മേയാൻ വരുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇവിടെ കുറച്ച് ജനവാസ മേഖലയാണ്, ഇതിനോട് ചേർന്നൊരു പ്രദേശമാണ്, യൂക്കാലി കാടുകളുമാണ്, ഇതൊക്കെ പട്ടയ സ്ഥലങ്ങളാണ്. ഇന്നലെ അദ്ദേഹം മേയാൻ വിട്ടിട്ട് തിരിച്ചിതിനെ കൊണ്ടുപോകാൻ വേണ്ടി 4 മണിയോട് ശേഷം തിരിച്ചടിക്കുന്ന സമയത്ത് അദ്ദേഹം പുറയിലായിരുന്നു. ആടിനെ ഫ്രണ്ടിലടിച്ച് പോകുമ്പോൾ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 10-25 ചെന്നായ്ക്കൾ പാഞ്ഞു വരികയും ഇദ്ദേഹത്തിൻ്റെ നേരെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആടിൻ്റെ ഫ്രണ്ടിൽ കയറി ഇദ്ദേഹം ഓടിയില്ലെങ്കിൽ അദ്ദേഹം അപകടപ്പെടുമായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ഇദ്ദേഹത്തെ കിട്ടാതെ വന്നപ്പോൾ ഈ 20-25ഓളം വരുന്ന കാട്ടുനായ്ക്കൾ അദ്ദേഹത്തിൻ്റെ 42 ആട്, അതിലെ 10-12 ആടിലേറെ വലിയ ആടാണ്, ഗർഭിണി ആടുകളായിരുന്നു. പിന്നെ ഏതാണ്ട് പകുതി പ്രായമുള്ളത്, അങ്ങനെ 42 ആടുകളെ ഈ ചെന്നായ്ക്കൂട്ടം കടിച്ച് കീറി കുറേ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം പിന്നെ ഇത് അറിഞ്ഞ ആൾക്കാർ ഇന്ന് വരുമ്പോൾ തന്നെ ചെന്നായ ആ പുറയിൽ, ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറയിൽ ഇപ്പം നിൽപ്പുണ്ട് ചെന്നായ്ക്കൾ, ഇപ്പോൾ ഇവിടെ കണ്ടു ആൾക്കാർ. അതിൻ്റെ ഒരു ചെന്നായുടെ വീഡിയോ സഹിതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമാണ്, അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. ഈ ആടിൻ്റെ കറവയും ആടിൻ കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റാണ് ഉപജീവനം നടത്തുന്നത്. അപ്പോൾ ഇവരുടെ നഷ്ടം വെറ്റിനറി ഡോക്ടറെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അവർക്ക് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് എത്രയും വേഗം കൊടുത്താൽ മാത്രമേ അക്ഷയ വഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നഷ്ടപരിഹാരം അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് എത്രയും വേഗം കൊടുത്തുകൊള്ളാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അർഹതപ്പെട്ട നഷ്ടം ഇദ്ദേഹത്തിന് കിട്ടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡൻ നിർദ്ദേശപ്രകാരം ഞാനിന്നിവിടെ വന്നത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു, ഇനി DFI ധരിപ്പിക്കും. ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചർ അടക്കമുള്ള ഒരു സംഘം ഇവിടെ എത്തിയിരുന്നു. വെറ്റിനറി ഡോക്ടറെ അടക്കമുള്ള സംഘമാണ് എത്തിയിരുന്നത്. വളരെ ദുഃഖകരമായൊരു കാഴ്ചയായിരുന്നു ഇവിടെ കണ്ടത്. ആർക്കും ഇത് സഹിക്കില്ല കാണാൻ പറ്റിയാൽ. കാരണം 40-42 ആട്, ഗർഭിണി ആടിനെ വരെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും ആടുകളെ ഒന്നിച്ച് വൈൽഡ് ആനിമൽസ് കൊല്ലുന്ന സംഭവം ആദ്യം തന്നെയാണ്.